കടമെടുത്തിരിക്കുന്നത്. പാർട്ട് 18 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എമർജൻസീസ് ഇൻക്ലൂഡഡ് ആയിട്ട് കാണപ്പെടുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 വരെയുള്ള പോർഷൻസുകളിലാണ് ഈ പറയുന്ന എമർജൻസീസ് അഥവാ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് പറയുന്നത്. അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് എവിടെ മുതലാണ്? 352 മുതൽ 360 വരെയാണ്. 350 to 360 വരെയാണ് എമർജൻസീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും 3 അടിയന്തരാവസ്ഥകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 3 അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ അഥവാ നാഷണൽ എമർജൻസി. അടുത്തതെന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ സ്റ്റേറ്റ് എമർജൻസി. അപ്പോൾ നാഷണൽ എമർജൻസി ഉണ്ട്, ദേശീയ അടിയന്തരാവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾക്ക് അടിയന്തരാവസ്ഥയുണ്ട്. അതാണ് സ്റ്റേറ്റ് എമർജൻസീസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ അഥവാ ഫിനാൻഷ്യൽ എമർജൻസി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ 3 തരത്തിലുള്ള